രണ്ട് മന്ത്രിമാരുള്ള കോഴിക്കോട് 5 വർഷത്തിനിടെ ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്ന് കോഴിക്കോട് സൗത്തിലെ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു. മണ്ഡലത്തിൽ MK മുനീർ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളും സാക്ഷാത്കരിക്കുകയാണ് തന്റെ ദൗത്യമെന്നും ഫൈസൽ ബാബു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത്തവണ കോഴിക്കോട് സൗത്തിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബുവാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്ഥാനാർത്ഥിക്ക് ആദ്യം അഭിനന്ദനങ്ങൾ. ഇപ്പോൾ വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി. എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളെ മുന്നിൽ സംസ്ഥാന വിഷയങ്ങളുണ്ട്. 10 വർഷം ഇവിടെ ഭരണം നടത്തുന്ന ഒരു ഗവൺമെൻറ്, ജനങ്ങൾ ആ ഭരണത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്നു. ഇത് സംസ്ഥാന വിഷയങ്ങളാണ്. ഈ സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെതായ പ്രാദേശിക പ്രശ്നമുണ്ട്. ശരിക്കും ഈ നിയോജക മണ്ഡലം 2 മന്ത്രിമാരുള്ള മണ്ഡലമാണ്. 2 മന്ത്രിമാർ. ഒന്ന് ഈ മണ്ഡലത്തിനൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഈ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിനൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഒറ്റ ചോദ്യം, 2 മന്ത്രിയുള്ള സൗത്തിന് എന്തു കിട്ടി എന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് 2 സ്ഥാനാർത്ഥികളാണെങ്കിലും ദേവർകോവിലാണെങ്കിലും റിനീഷ് ആണെങ്കിലും വലിയൊരു സ്വാധീനമുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ ദേവർകോവിലാച്ച കഴിഞ്ഞ തവണ ഒരു 12,000 വോട്ടുകൾക്ക് അധികമായിട്ട് വിജയിച്ചത്. ഇത്തവണ അതൊരു ഭീഷണിയാവും. സ്വാധീനം എന്നതിന് ഒരു വ്യക്തിക്കും സ്വാധീനമില്ല, ഒരു വ്യക്തിക്കും സ്വാധീനക്കുറവില്ല. സ്വാധീനം എന്തിനാണ്? സ്വാധീനം അവരുയർത്തുന്ന പ്രശ്നങ്ങൾക്കാണ്, അവരുയർത്തുന്ന വിഷയങ്ങൾക്കാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ ഈ നാട്, വയനാടിൻ്റെ മണ്ണ് നെഞ്ചേറ്റിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആദ്യമായിട്ടൊരു പക്ഷേ വയനാട് കാണുന്നുണ്ടാവും. അദ്ദേഹം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ വയനാട്ടിലെല്ലാ മനുഷ്യരും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വ്യക്തികൾ അവർ മന്ത്രിയായി അല്ലെങ്കിൽ അവർക്ക് വ്യക്തിബന്ധമുണ്ട്, എനിക്കിങ്ങനെ കാണുമ്പോൾ അവരൊക്കെ പേര് വിളിക്കാൻ പറ്റും, പേര് വിളിക്കാൻ പറ്റാതിരിക്കും, അതല്ല പ്രശ്നം. രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ നാടിൻ്റെ പ്രശ്നങ്ങളെ കേൾപ്പിക്കേണ്ട സഭകളിൽ കേൾപ്പിക്കാനുള്ള ശക്തിയുണ്ടോ, അതിന് സ്വാധീനമുണ്ടോ എന്നതാണ്. MK മുനീർ സാർ പോയി കണ്ടു. സാർ എന്താ പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും മുനീർ സാഹിബിൻ്റെ മണ്ഡലമാണിത്. മുനീർ സാഹിബിനെ പോലുള്ള ഒരു കേരളത്തിൻ്റെ ഒരു പൊതുമുതലാണ് മുനീർ സാഹിബ്. അദ്ദേഹം ഒരു ലീഗ് UDF എന്ന അർത്ഥത്തിലല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മുനീർ സാഹിബ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഉപദേശം തന്നോ ഇത്തവണ? തീർച്ചയായിട്ടും അദ്ദേഹം സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെ അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക എന്ന ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്. നിയമസഭയിലേക്ക് എന്തായാലും ഉറപ്പിച്ചു. നിയമസഭ ടീം UDFൻ്റെതാണ് ഈ തവണ നിയമസഭ. VD സതീശൻ നയിക്കുന്ന ടീം UDFൻ്റെ ഭാഗമായി കേരളത്തെ മാറ്റാൻ UDF നയിക്കാൻ വരുന്ന സമയത്ത് ആ UDFൻ്റെ ഭാഗമായി സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെ കണ്ണും കരളും ആ ടീം UDFൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതുതന്നെയാണ്. സൗത്ത് മണ്ഡലം എന്തായാലും കൈവിടില്ല എന്നാണ് പറയുന്നത്. ഇത്തവണ UDFൻ്റെ ഒപ്പം, ടീം UDFൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നാണ് ഫൈസൽ ബാബു നമ്മളെ അറിയിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.